ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ ഈ 4 യൂണിവേഴ്സിറ്റികളിൽ 2025-27 അധ്യയന വർഷത്തേക്കുള്ള BEd കോഴ്സിന് അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്തണം. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ അതായത് 2024-26 അധ്യയന വർഷത്തേക്കുള്ള BEd അപേക്ഷ കൊടുത്തിട്ട് അഡ്മിഷൻ കിട്ടാതെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കൂടാതെ തന്നെ ഈ വർഷം ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ PG കോഴ്സ് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BEd ടീച്ചിങ് കോഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായ വിദ്യാർത്ഥികളുടെ സംശയമാണ് BEd 2 വർഷം എന്നുള്ളത് ഇനി പെട്ടെന്ന് മാറ്റുവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ പല വീഡിയോയിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ഈ ഒരു വീഡിയോയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ 2025-27 അധ്യയന വർഷത്തേക്കുള്ള BEd അപേക്ഷ എപ്പോഴാണ് വിളിക്കുക, അതിൻ്റെ അപേക്ഷ രീതി എങ്ങനെയാണ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് അഡ്മിഷൻ കിട്ടുക, അത് ഓരോ നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ എത്ര BEd കോളേജുകളുണ്ട് നമുക്ക് നോക്കാം. നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ 4 യൂണിവേഴ്സിറ്റികളാണ്, അതായത് കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ. അപ്പോൾ ഈ 4 യൂണിവേഴ്സിറ്റികളിലായിട്ട് കേരളത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 4 ഗവൺമെൻറ് കോളേജുകളും അതേപോലെ തന്നെ 17 എയ്ഡഡ് കോളേജുകളുമാണ് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ. ശ്രദ്ധിക്കേണ്ട കാര്യം 4 ഗവൺമെൻറ്റും അതേപോലെ തന്നെ 17 ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ. 4 യൂണിവേഴ്സിറ്റിയും ടോട്ടലായിട്ടുള്ളത്. ഇനി ഓരോന്നും സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 1 ഗവൺമെൻറ് കോളേജ്, 2 എയ്ഡഡ് കോളേജ്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2 ഗവൺമെൻറ് 2 എയ്ഡഡ് 2. അതിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അതായത് ഗവൺമെൻറ് ഒറ്റയുമില്ല 7 എയ്ഡഡ് കോളേജുകളും, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ 1 ഗവൺമെൻറ്റും അതേപോലെ തന്നെ 6 എയ്ഡഡ് കോളേജുകളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഈ പറയുന്ന 17ഉം 4ഉം 21 കോളേജുകളാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക്, അതായത് ഗവൺമെൻറ് എയ്ഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും താരതമ്യേന ജസ്റ്റ് എക്സാം ഫീസ്, അതായത് പരീക്ഷാ ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് അത് യൂണിവേഴ്സിറ്റി സെമസ്റ്റർ ഫീ അടക്കാതെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന കോളേജുകളാണ്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളും. അതായത് യൂണിവേഴ്സിറ്റി സെൻറ്റർ ടോട്ടൽ 36ഉം അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ 131മാണ് കോളേജുകൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയർ വരെ ഈ രീതിയിലാണ്. ഇപ്പോൾ ടോട്ടൽ 188 കോളേജുകളാണ് കാലിക്കറ്റ്, കേരള, MG, അതുപോലെ കണ്ണൂർ ഈ 4 യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ BEd കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ശ്രദ്ധിക്കുന്ന കാര്യം 131ഉം 36ഉം ഇത്രയും കോളേജുകൾ നിങ്ങൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി സെമസ്റ്റർ ഫീ കൊടുത്ത് പഠിക്കണം. അതായത് സെൽഫ് ഫിനാൻസ് കോളേജുകളും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻട്രൽ കോളേജുകൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഓരോ സെമസ്റ്ററും നിശ്ചിത ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. എന്നാൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ മാത്രമാണ് നിങ്ങൾക്ക് ജസ്റ്റ് എക്സാം ഫീസ് മാത്രം കൊടുത്ത് പഠിക്കുവാൻ സാധിക്കുന്നില്ല. അതാണെങ്കിൽ ജസ്റ്റ് 4 ഗവൺമെൻറ് കോളേജുകളും അതേപോലെ തന്നെ 17 എയ്ഡഡ് കോളേജുകളുമാണ് വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഇതിൻ്റെ അഡ്മിഷൻ ടൈം എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് അഡ്മിഷൻ ടൈം, അതായത് 2024-26 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നടക്കുകയാണ്. ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ വരാൻ പോവുകയാണ്. ഇനി ഈ പുതിയ അധ്യയന വർഷത്തെ, അതായത് 2025-27 അധ്യയന വർഷത്തേക്കുള്ള BEd അപേക്ഷ വിളിക്കുന്ന സമയം സ്വാഭാവികമായിട്ടും മെയ് ലാസ്റ്റോടുകൂടെ മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസമാണ് അഡ്മിഷൻ ടൈം, അതായത് അഡ്മിഷൻ കാലാവധി ഉണ്ടാവുക. അത് സ്വാഭാവികമാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരേ രീതിയിൽ തന്നെയാണ്. ചില ചെറിയ ഒരു വീക്ക് വ്യത്യാസം മാത്രമാണ് ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ എന്തായാലും മെയ് മാസം ലാസ്റ്റോടുകൂടെ അല്ലെങ്കിൽ ജൂൺ മാസത്തോടുകൂടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വർഷവും 2 വർഷത്തെ BEd, അതേപോലെ ഏകദേശം 2030 വരെ നിങ്ങൾക്ക് 2 വർഷത്തെ BEd ഉണ്ടാകും. അത് യാതൊരു പ്രശ്നവും അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് 2 അധ്യയന വർഷം വരെ നിങ്ങൾ ഈ BEd ഒരു പ്രശ്നമില്ലാതെ 2 വർഷത്തെ BEd നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ്റഗ്രേറ്റഡ് BEd എന്നുള്ള ഓപ്ഷൻ നിലവിൽ അടുത്ത വർഷം മുതൽ, അത് 2025-27, അതായത് 2025-20 അത് 4 വർഷമായിരിക്കും ഇൻ്റഗ്രേറ്റഡ് BEd. 6 പുതിയ സംവിധാനം കൂടി അടുത്ത വർഷം വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വന്ന ഉടനെ വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് ആ രീതിയിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ അഡ്മിഷൻ ടൈം നമ്മൾ പറഞ്ഞു ഏകദേശം മെയ്, ജൂൺ ആ സമയത്തായിരിക്കും. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നുള്ളത് നോക്കാം. അതായത് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം
നിലവിൽ കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളിലും 2 വർഷത്തെ BEd എന്നുള്ളത് വിദ്യാർത്ഥികളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഡിഗ്രി അതേപോലെ തന്നെ PG ഉണ്ടെങ്കിൽ PG നിങ്ങൾക്ക് ബോണസ് മാർക്കായിട്ട് അഡീഷണൽ വെയിറ്റേജ് ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിയുടെയും PGയുടെയും മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് BEd അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് BEd എന്നുള്ള സിസ്റ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. എന്നാൽ 2 വർഷത്തെ BEd ഈ ഒരു സിസ്റ്റം കഴിയുന്നതുവരെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഡിഗ്രിയിലും അതേപോലെ തന്നെ PGയിലും ലഭിച്ച മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ അഡ്മിഷൻ ലഭിക്കുന്ന അവസാന അവസരങ്ങളാണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത്. 2 വർഷത്തെ BEd എന്നുള്ള സിസ്റ്റം വിദ്യാർത്ഥികൾ പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര വരെ മാർക്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ BEd കോഴ്സിന് അത്രയും ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എയ്ഡിലൊക്കെ 95 ഒക്കെ 93, 95 എബോ ഒക്കെയാണ് എന്താക്കിയിട്ടുള്ളത് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അത് ആകെ 4 അതേപോലെ 17 ഗവൺമെൻറ് എയ്ഡ് സ്ഥാപനങ്ങളേ ഉള്ളൂ. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ അതേപോലെ യൂണിവേഴ്സിറ്റി സെൻട്രൽ കോളേജിൽ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 85, 90, ചില സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊക്കെ നേരത്തെ ഗവൺമെൻറ് എയ്ഡ് അതേ രീതിയിൽ തന്നെ 90, എന്നാൽ ലാസ്റ്റ് 85 അതേപോലെ 80യുടെ താഴെയൊന്നും എവിടെയും പോയതായിട്ട് അറിവില്ല. അപ്പോൾ എന്തായാലും ഒരു 80% ഒക്കെ ഉള്ളവർക്ക് തന്നെയാണ് ഈ ഗവൺമെൻറ് അതേപോലെ സെൽഫ് ഫിനാൻസിലും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്ററിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിച്ചില്ല. എന്നാൽ ചില കോളേജുകൾ അതിലും താഴെ പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഇത്ര കൂടുതൽ മാർക്കുള്ളവർക്ക് മാത്രം അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ പല മാനേജ്മെൻറ്റ് കോളേജുകളും വലിയ ഭീമമായിട്ടുള്ള എമൗണ്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കോളേജുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറ്റ് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ്. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയെങ്കിലും BEd കോഴ്സ് പഠിച്ച് ടീച്ചിങ് മേഖലയിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിഗ്രിക്കോ അല്ലെങ്കിൽ PGക്കോ തീരെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കീഴിലുള്ള കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ് വളരെ ഭീമമായിട്ടുള്ള എമൗണ്ടൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിരുന്നു. അതായത് നമ്മുടെ കേരളത്തിൻ്റെ പുറമേയുള്ള കൃത്യമായിട്ട് കേരള PSCയുടെ അംഗീകാരമുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലെ ഈക്വൻസി ലഭിക്കുന്ന കേരളത്തിന് പുറമേയുള്ള സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് BEd ചെയ്യാം. അതിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേവലം ചെറിയൊരു ഫീസ് ഉള്ളൂ. അതായത് നോർമൽ ഫീസ് കേരളത്തിലെ കോളേജുകളുടെ അതായത് BEd ഫീസിനേക്കാൾ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് മെറിറ്റിൽ തന്നെ നിങ്ങൾക്ക് സീറ്റ് വാങ്ങി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് BEd പഠിക്കാൻ സാധിക്കുന്നതിന് അത്തരത്തിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും നമ്മുടെ കരുവേണ്ട ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ BEd മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ അതായത് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അതിനായിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് താഴെ കൊടുത്ത കരുവേൻ വാട്സപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് ഉപയോഗപ്പെടുത്തുക. അതിൽ നിങ്ങൾ ജസ്റ്റ് BEd അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്ജക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അത് പേഴ്സണലായിട്ട് എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ രീതിയിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ രീതിയിൽ കൃത്യമായിട്ട് മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ അടുത്ത അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സീറ്റ് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് BEd ഒരു പ്രശ്നമില്ലാതെ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പർ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും BEd അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അഡ്മിഷൻ സ്റ്റാർട്ടിങ് മുതൽ കൃത്യമായിട്ട് ഓരോ ഘട്ടങ്ങളെയും ഇൻഫർമേഷൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത വീഡിയോകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള കോളേജുകൾ നിങ്ങൾ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതായത് ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജുകൾ, ഏതൊക്കെയാണ് എയ്ഡഡ് കോളേജുകൾ, ഏതൊക്കെയാണ് സെൽഫ് ഫിനാൻസ്, ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോളേജുകൾ, അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കീഴിലുള്ള കോളേജുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇടാം. ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.